ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KLF 2026 ജനുവരി 22 കോഴിക്കോട് ബീച്ചിൽ തിരിതെളിയും. സുനിത വില്യംസ്, ബെൻ ജോൺസൺ, നൊബേൽ ജേതാക്കളായ അബ്ദുൾ റസാഖ് ഗുർണ, അഭിജിത്ത് ബാനർജി, വിക്കിപീഡിയ സ്ഥാപകൻ ജിമ്മി വെയിൽസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. DC കിഴക്കേമുറി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ 8 വേദികളിലായി നടക്കുന്ന സാഹിത്യോത്സവം ജനുവരി 22 വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 250-ലധികം സംവാദങ്ങൾക്കാണ് KLF 9ാം പതിപ്പ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നതെന്ന് രവി DC വിശദീകരിച്ചു. ജർമ്മനിയാണ് അതിഥി രാജ്യമായി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. പ്രത്യേക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ട പവലിയനിൽ വിപുലമായ സൗകര്യങ്ങളാണ് ജർമ്മനിക്കായി ഒരുക്കിയിട്ടുള്ളത്. ജർമ്മനിയിൽ നിന്നും എത്തുന്ന എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരും ചേർന്നൊരുക്കുന്ന സാംസ്കാരിക കലാപരിപാടികളും ഒരാഴ്ച നീളുന്ന സർഗാത്മക ശില്പശാലകളും സംവാദങ്ങളും പ്രദർശനങ്ങളും ജർമ്മൻ രുചിവൈവിധ്യം പകർന്നു നൽകുന്ന ബെർലിൻ കിച്ചനും ഫിലിപ്പ് ഗെയ്സ്റ്റ് ഒരുക്കുന്ന പ്രത്യേക ഇൻസ്റ്റലേഷനും ജർമ്മൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ബാംഗ്ലൂർ ഗോയ്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ മിഷേൽ ഹേസ്റ്റിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. കോഴിക്കോടിന് അവിസ്മരണീയമായ അനുഭവമാണ് ഇത് സമ്മാനിക്കുക എന്നും രവി DC പറഞ്ഞു. ഞാനൊരു കാര്യം പറയുന്നത്, ലൈറ്റ് ഹൗസ് അവരുടെ ലൈറ്റ് ഹൗസിന്റെ ചുറ്റും ഒരു ഇന്റർനാഷണൽ ഇൻവോൾവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന്, ഫിലിപ്പ് ഗെയ്സ്റ്റ്. അതിലൊരു ഇന്നലെ ട്രയൽ എടുക്കുകയായിരുന്നു. ആ ലൈറ്റ് ഹൗസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലൈറ്റ് ഇൻസ്റ്റലേഷൻ ബ്യൂട്ടിഫുൾ ആക്ച്വലി അതിന്റെ ട്രയൽ എടുക്കുന്നില്ല. എല്ലാ ദിവസവും ഒരു വൈകുന്നേരം സായനമായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ലൈറ്റ് ഇൻസ്റ്റലേഷൻസ് പല രീതിയിൽ പല ദിവസങ്ങളിൽ വരുന്നുണ്ട്. അത് മിസ്സാകുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം അതൊരു ആർട്ട് പീസ് ആക്ച്വലി ആ ലൈറ്റ് ഇൻസ്റ്റലേഷൻ. അതാണ് വാർത്താ സമ്മേളനത്തിൽ ബാംഗ്ലൂർ ഗോയ്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ മിഷേൽ ഹെയ്ൻസ്റ്റ്, സംഘാടക സമിതി ജനറൽ കൺവീനർ AK അബ്ദുൽ ഹക്കീം, പ്രോഗ്രാം കൺവീനർ KV ശശി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ